വേദി 2 ഒ മാധവനിൽ ഹയർ സെക്കൻഡറി നാടകം. കൊല്ലം കാത്തിരുന്നത്. വിത്തിട്ടാൽ പടർന്നു പന്തലിക്കുമെന്ന് ഉറപ്പുള്ള കലയുടെ നാട്. വേദിയിലേക്ക് ഒഴുകി, കൂട്ടത്തിൽ ഞാനും. നിറഞ്ഞ സദസ്സിനെ സാക്ഷിയാക്കി വയനാടിന്റെ പെൺശബ്ദം മുഴങ്ങി. ഒരു നിമിഷം സ്റ്റേജിൽ ഉടുതുണിയില്ലാതെ നിൽക്കാൻ ധൈര്യമില്ലാത്തവരെങ്ങനെ എന്റെ ഭഗവന്തിയുടെ ജീവിതയാത്ര പകർന്നാടും? മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ ഇനിയും പാകമാകാത്ത സമൂഹത്തിന്റെ പുഴുക്കുത്തലുകളെ അവർ അഗ്നിക്കിരയാക്കി. നമ്മുടെ ശബ്ദമാകാൻ നാടകമുണ്ടെന്ന് കൊല്ലത്തിന്റെ മണ്ണിൽ ചവിട്ടി ഉറക്കെ ഉറക്കെ. പക്ഷേ നാടകം വെറുതെ വിടില്ല. ചെറുക്കാൻ നമുക്ക് നാടകമുണ്ട്. ഇല്ലേ? ഇല്ലെന്ന് സദസ് അക്ഷമയോടെ കാത്തിരുന്ന കോഴിക്കോട് കോക്കല്ലൂർ സ്കൂളിന്റെ കുമരു വേദിയിൽ. കള്ളനും പിന്നീട് സത്യസന്ധനും ഗന്ധത്തിൽ മണവാളനുമാകുന്ന കുമരു, അവനെ സ്വന്തം ഇഷ്ടങ്ങളിൽ പരുവപ്പെടുത്തുന്ന സമൂഹം. യദുകൃഷ്ണന്റെ മികച്ച അഭിനയത്തിൽ കുമരു നാടകം കണ്ട മനസ്സുകളുടെ പൂട്ടുപൊട്ടിച്ച് അകത്ത് കയറി. നാടകങ്ങൾ പുതുതലമുറയും ചേർത്ത് പിടിക്കുന്നു. വലിയ ഒരു കംബാക്കാണ്. ഇങ്ങനെയൊക്കെ കുട്ടികൾ അഭിനയിച്ചു തുടങ്ങിയും നാടകത്തെ സീരിയസ് ആയിട്ട് കണക്കാക്കിയൊക്കെ ചെയ്തിട്ട് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നാടക ആ ലോകം തന്നെ മാറും. കേരളത്തിൻ്റെ ഏറ്റവും വലിയ സംഭാവനകൾ നാടകത്തിലായിരിക്കും വരുന്നതെന്ന് നമുക്ക് സംശയമില്ലാതെ പറയാൻ കഴിയും. സദസ്സിൽ നാടകത്തെ നെഞ്ചേറ്റിയ തലമുറകൾ ആസ്വദിച്ചിരുന്നു. പല ദേശങ്ങൾ കടന്നെത്തിയവർ. കലോത്സവത്തിലെ നാടക മത്സരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാടകപ്രവർത്തകരെ സംബന്ധിച്ചൊരു തീർത്ഥാടനമാണ്. കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ഒരുമിച്ച് കണ്ടുമുട്ടുന്ന ഒരു സ്ഥലമാണ് ഇത്. അതാണ് ഈ ഓഡിറ്റോറിയത്തിൽ ഇത്രയും തെള്ളു വരാൻ കാരണം കൊല്ലത്തിൻ്റെ നാടക കാഴ്ചയും പിന്നെ കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള നാടകപ്രവർത്തകരും കൂടെ വന്നപ്പോഴത്തേനും ഇവിടെ കുട്ടികൾക്ക് ഇരിക്കാൻ വയ്യാത്തൊരവസ്ഥയായി. ഓരോ കലോത്സവങ്ങളും നാടകപ്രവർത്തകരുടെ ഒത്തുചേരൽ കൂടിയാണ്. ഞങ്ങൾ കൊളുത്തിയെത്തി ഇപ്പോഴും കെടാതെയുണ്ടെന്നറിയുന്ന നിർവൃതിയാണ്.